അപ്പോൾ വെൽക്കം ബാക്ക്. ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തി, അതിന് ഒരുപാട് നന്ദി എല്ലാവർക്കും. പിന്നെ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കടക്കുകയും ചെയ്തു, അതിനും ഒരുപാടധികം നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാഴ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. പിന്നെ പറയാനുള്ളത് ആശിറിന്റെ അടുത്ത പടത്തിന്റെ കുറച്ച് അപ്ഡേറ്റ്സും പാടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്കും ഞാനിതിൽ ടൈം സ്റ്റാമ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വാഴ 3 അനൗൺസ് ചെയ്തിരിക്കുകയാണ് വിപിൻ ദാസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇപ്രാവശ്യം ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്നാണ്. ഞാൻ വിചാരിച്ചത് വാഴ 1ത്തെയും വാഴ 2ത്തെയും ചെക്കന്മാരെ വെച്ചിട്ടാവും വാഴ 3 ചെയ്യാൻ പോണതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല വന്നത്. വാഴ 3 ഗേൾസിനെ വെച്ചുള്ള ഒരു പടമാണ്, ബയോപിക് ഓഫ് ഗേൾസ്. അനൗൺസ് ചെയ്തതിനു ശേഷം ഒരുപാടധികം ആൾക്കാർക്ക് ഇത് പറ്റിയിട്ടില്ല, മലയാളികളെ അറിയാലോ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ചിന്താഗതിയുടെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഒരു ഫീമെയിൽ ലീഡ് പടം വരണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. 2 പാർട്ടും ബോയ്സിനെ വെച്ചാണ് ചെയ്ത്, 3ാം പാർട്ട് വിപിൻ ദാസ് ഗേൾസിനെ വെച്ച് ചെയ്യട്ടെ. അപ്പോൾ ആ പടം എന്തായാലും ഇക്കൊല്ലം ലാസ്റ്റ് ആയിട്ട് ഷൂട്ടിംഗ് ആരംഭിക്കും. അടുത്ത സൂപ്പർ സെറിനെ ആവോ വാഴ 3 എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വിപിൻ ദാസിനുള്ള വിശ്വാസത്താൽ നമുക്ക് കാത്തിരിക്കാം. ഈ പടത്തിന്റെ കാസ്റ്റിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പടത്തിൽ മെയിനായിട്ട് 4 ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ശീതൽ ജോസഫ്, നമ്മളെ പ്രകമ്പനത്തെ, പിന്നെ റിയ ഷിബു, ഡെലുലു, പിന്നുള്ളത് നമ്മളെ അൻഷിമ ആണ്, പിന്നെ നെഹ നസീർ ആണ്. നെഹ നസീർ അല്ലെ, പീക്കു എന്ന് പറഞ്ഞിട്ട് അലയിക്കാൻ വയ്യ, കൽബ്, ജെൻസികളുടെ കൽബ്. ഓക്കെ, അപ്പൊ ആ പടത്തിൽ നായിക. അപ്പൊ ഈ പറഞ്ഞവരാണ് ഈ പടത്തിൽ വരാൻ പോണ കാസ്റ്റ്. ഏകദേശം കൺഫേം ആണ്, മാറാതിരിക്കാം. ഓക്കെ, പിന്നെ വേറുള്ള ഒരു ചാൻസ് ആണ് വാഴ 1ത്തെയും വാഴ 2ത്തെയും ഫീമെയിൽ ലീഡായി നിന്ന ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഓൽക്ക് ഇതിൽ വാഴ 3ലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമിയോ ആയിട്ട് ആശിറും പിള്ളേരൊക്കെ വരും. പക്ഷെ ഇത് 3 പാർട്ടിലും ഒരേ പാറ്റേൺ ഇങ്ങനെ സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. മലയാളി ഓഡിയൻസിന് അറിയാലോ, നേരെ പൊക്കിയടിച്ചോലിനെ അടുത്ത പടത്തിൽ നേരെ എടുത്ത് താഴ്ത്തി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടറിയാം എന്താണ് ഇനി അപ്ഡേറ്റ്സ് കിട്ടിയാൽ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത സെക്ഷന് പോവാം. അടുത്താണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ള ചോദ്യം. ഓക്കെ, പടം നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറമാണ് പോകുന്നത്. കാരണം 50 കോടി അടിച്ച് 2-3 ദിവസത്തിനുള്ളിൽ 100 ഇപ്പൊ 100 കഴിഞ്ഞ് 150 കോടിയും കഴിഞ്ഞ് 200 കോടി ഇന്നത്തോടെ ആയിട്ടുണ്ട്. ഇനി മുന്നിലുള്ളത് തുടരും, 230 കോടിയായിട്ട് തുടരുണ്ട്. എമ്പുരാണ്ട് 260 കോടിയായിട്ട്, പിന്നെ ലോക 305-301 കോടിയായിട്ട് അവിടെ ഉണ്ട്. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പൊ നിലവിൽ ശിവന് വന്ന പടങ്ങളൊക്കെ ആവറേജ് അഭിപ്രായം മാത്രമാണ്. അതിൽ ആകെ ഉള്ളത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ചിത്രം മാത്രമാണ്. അത് വാഴ ഒഴുക്കിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കാണേണ്ട പടമാണ്. കിടിലം പടമാണ് മോഹിനിയാട്ടം എന്ന ചിത്രം. ഒരു ബ്ലാക്ക് ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് പടത്തിൽ. അപ്പോൾ പടം മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ദുരൂഹ സാഹചര്യത്തിലും പള്ളിച്ചട്ടമ്പിയും എല്ലാവർക്കും ഇറങ്ങിയ ഒരു ആഴ്ച കൂടിയായിരുന്നു ഇത്. അപ്പൊ ആ പടങ്ങളൊക്കെ ഒരു ആവറേജ് അഭിപ്രായം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വാഴ 2നും പറഞ്ഞ പോലെ മോഹിനിയാട്ടത്തിനും ഇത് നല്ല പോസിറ്റീവാണ്. കാരണം ഏപ്രിൽ 30 വരെ ഇവർക്ക് സമയമുണ്ട്. മെയ് 1 പാട്രിയോട്ട് വരെ ഈ മാസം ഫുള്ള് ഇവർക്ക് കളക്ഷൻ കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുമല്ല വാഴ 2 തെലുങ്കിലും ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങട്ടും വൈഡർ ഓഡിയൻസിലേക്ക് പണം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കളക്ഷനിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ആശിറിന്റെ അടുത്ത പടമാണ്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അടുത്ത പടം എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചവർ പോലെ പടങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പടത്തിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാസ്റ്റ് അപ്ഡേറ്റ്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ അതിൽ ആശിറിന്റെ ടീമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന നമ്മളെ റിയ ഷിബു ഉണ്ട്, പിന്നെ ഏഞ്ചൽ മരിയ, നമ്മൾ ആശിറിന്റെ പെയറായിട്ട് അഭിനയിച്ച കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇവര് 4 പേരുള്ള ഒരു പടമാണ് ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഒരു കോമഡി റൊമാൻറ്റിക് പരിപാടി തന്നെയാണ് അടുത്ത പടം വരാൻ പോകുന്നതാണ് കിട്ടിയത്. ഒരു പുതുമുഖ സംവിധായകനാണെന്നുള്ളൊരു റൂമറും പാടെ കിട്ടിയിട്ടുണ്ട്. ഈ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ എത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. കാരണം ഇത്രയും നേരം ആരും വീഡിയോ കാണില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.